നമ്മുടെ സമ്മേളനത്തിൽ നിരവധിയായ കാഴ്ചകളുണ്ട്, നിരവധിയായ കൗതുകങ്ങളുണ്ട്. എൻ്റെ കൂടെ ഹമീദ് പൈക്ക എന്ന് പറയുന്ന ഒരു ഇക്കയുണ്ട്. ഇക്ക അല്ല, ഇച്ച അല്ലേ? കാസർഗോഡ് വരുമ്പോൾ നമ്മൾ ഇച്ചയാണ്. അപ്പോൾ ഹമീദിച്ചയുണ്ട്. ഹമീദിച്ചയുടെ കയ്യിൽ സമസ്തയുമായി ബന്ധപ്പെട്ട കുറേ അധികം കൗതുകങ്ങളുടെ കാഴ്ചകളുണ്ട്. ഹമീച്ച തന്നെ പറയും. ഹമീച്ച, നമ്മൾ ഇതെന്താണ് 100ാം വാർഷികം ആഘോഷിക്കും. അല്ല, നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇതൊരു 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്? നമ്മളെ 1 രൂപ നോട്ടാണ്. ഇതിൽ സമസ്തൻ്റെ 1 രൂപ നോട്ടിൽ രൂപീകരണ ഡേറ്റ് ഉണ്ട് 26/06/26. അതായത് ആ സ്റ്റാർട്ടിനുള്ളതാണ് 1926. അന്ന് ഇറക്കിയ അണൻ്റെ ഇതിന് കോയിൻസ് ഉണ്ട്. ഒരെണ്ണ, പിന്നെ ക്വാർട്ടർ അണ ഉണ്ട്, വെള്ളി കാശ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഒന്ന് മാത്രം 1926 ഞാൻ കാണിച്ചെന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ 100ാം വാർഷികത്തിന് 100 രൂപയുടെ നോട്ടിൽ തന്നെ, അതായത് 26/06/2026 ആ ഡേറ്റ്. അത് അപ്പോൾ 1ഉം 100ഉം അങ്ങനെയാണ് നോട്ടിലൂടെ നമ്മൾ ഡേറ്റ് കണ്ടെത്തിയത്. ഇനി കുറച്ച് ഇതെന്താണ് ഓരോരുത്തരുടെ കയ്യിൽ നമ്മൾ ഇത് നമ്മുടെ 100ാം വാർഷികമായി നമ്മളെ പായ്ക്കപ്പലിൻ്റെ എംബ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വിവിധ രാജ്യങ്ങൾ ഇറക്കിയ കോയിൻസ്, കറൻസി, ടെലിഫോൺ കാർഡ്, ഇങ്ങനെ ഇതിലെല്ലാം പിന്നെ പായ്ക്കപ്പലിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും. അത് വിവിധ രാജ്യങ്ങൾ ഇറക്കിയതാണ്. അതിൽ കൗതുകം എന്നെണ്ണം ഒരെണ്ണത്തിൽ പിന്നെ ബ്രസീൽ ഇറക്കിയിൽ 100 എന്ന് എഴുതിയിട്ടുണ്ടാവും. അവരെന്തോ നമ്മളിത് കാണുമ്പോൾ ഇപ്പം നമ്മൾ ഒരു സാമ്യം തോന്നുന്നു. 100ാം വാർഷികവുമായിട്ടാകുമ്പോൾ ഇതിടെ 100 എന്ന് എഴുതിയിട്ടുണ്ടാവും. ബ്രസീൽ ഇറക്കിയതാണ്. അതൊരു സാമ്യമുണ്ട് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം എല്ലാ 100 എന്ന് പറയുന്നത് നമ്മുടെ പായ്ക്കപ്പലാണല്ലോ നമ്മുടെ ഒരു സിംബോളിക് സംഭവം. ഇങ്ങനെയൊക്കെ കൗതുകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. കാരണം നമ്മുടെ മെയിൻ സ്റ്റേജും ഈ ഒരു കപ്പലാണ് അതിൻ്റെ അടയാളപ്പെടുത്തൽ. നമ്മുടെ പിന്നെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ലോഗോയും അടയാളപ്പെടുത്തുന്ന കപ്പലാണ്. 3 ഇഴകളാണ് ആ കപ്പലിലുള്ളത്. അതിലൊന്ന് ആദർശ മുന്നേറ്റം, മറ്റൊന്ന് നമ്മുടെ ആത്മീയ മുന്നേറ്റം, മറ്റൊന്ന് വിദ്യാഭ്യാസ മുന്നേറ്റം. കപ്പൽ പലപ്പോഴും അടയാളപ്പെടുത്തുന്നത് 2-3 മേഖലകളാണ്. ഒന്ന്, കേരളത്തിലേക്ക് ദീനീ ദഅവത്ത് വന്നത് പായക്കപ്പലിലാണ്. അതോടൊപ്പം തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ ഏത് പ്രതിസന്ധികളുണ്ടായാലും ഉമ്മത്തിന് സുരക്ഷിതത്വത്തിൻ്റെ കപ്പലാണ്. മറ്റൊന്നൊരു അന്താരാഷ്ട്ര വാഹിനിയാണ് കപ്പൽ. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ആദർശം, സമസ്ത, അത് പിന്നെ കടലുകൾ കടന്ന് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന നമ്മുടെ ഇതെല്ലാം. അതിൽ ഈ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ശേഖരം ഒരു കൗതുകകരമായി വന്നത് എന്നെ വിളിക്കുകയാണ്. ഞാൻ സമസ്തയ്ക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി കാത്തിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. അദ്ദേഹത്തെ നമുക്ക് ആ നിലയിൽ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷം ഹമീദ് ഷാ. അത് വളരെ നല്ല ഇതൊരു പ്രചോദനം, പുതിയ തലമുറക്ക്, കുട്ടികൾക്കൊക്കെ ഇത് വലിയൊരു പ്രചോദനം കൂടിയാണ്. ഇങ്ങനെയുള്ള ശേഖരണങ്ങളും അതൊക്കെ ഒരു ഹോബിയാക്കി മാറ്റുന്നതൊക്കെ. ഏതായാലും പടച്ചറബ് കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സമയം പരിധിയാണ് ഇത്ര കൊണ്ടുവന്നിട്ടുള്ളൂ. സമസ്തയെ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഇ.കെ. ഉസ്താദിൻ്റെയും മറ്റും പ്രഭാഷണ കാസറ്റുകൾ, CD, ആ പഴയകാലത്തെ കാസറ്റ്, പിന്നെ പഴയകാല പിന്നെ മാപ്പിള സംസ്കാരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായ ഡ്രസ്സുകൾ, പിന്നെ ഉസ്താദുമാർക്ക് പിന്നെ പള്ളിയിൽ കൊണ്ടുവന്ന ചോറ്റുപാത്രങ്ങൾ, മറ്റ് അനവധി ഇസ്ലാമികപരമായും പിന്നെ ജനറലായും അനവധി ശേഖരണം എൻ്റെ കയ്യിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി, ഏറ്റവും ചെറുത്, ലോകത്തിലെ ഏറ്റവും ഏതായാലും പിന്നെ ഇതിൽ ഇവിടെ പ്രദർശിപ്പിൽ വളരെ സന്തോഷമായി. കണ്ടിട്ട് എന്താ തോന്നുന്നത്? വളരെ സന്തോഷമായി, മാഷാ അല്ലാഹ്. വളരെ കൗതുകമാണ് ഇത് കാണുമ്പോൾ. നമുക്ക് ഭയങ്കര തോന്നി നമുക്കിങ്ങനെ ഒന്ന് പ്രൂരിപ്പിക്കണം, അദ്ദേഹത്തെ വിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്ന്. മാഷാ അല്ലാഹ്, വളരെ സന്തോഷമായി. അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ഏതായിരുന്നാലും സമ്മേളന നഗരിയിൽ ഓരോ ദിവസവും ഓരോ സമയവും കാഴ്ചകളാണ്. ആ കാഴ്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംപ്രേഷണം നമ്മൾ തുടരുന്നതായിരിക്കും.